ഉറക്കത്തിൽ നിന്നുണരുന്ന കുട്ടിമണി മനസ്സുജനെ തിരിച്ചറിയുന്നില്ല. കുട്ടിമണിയെ പഴയ കുട്ടിമണിയാക്കാമെന്ന് ഡോക്ടർ. മനസ്സുജനെ തിരിച്ചറിയാത്ത കുട്ടിമണി ശീലാവതിയെ തിരിച്ചറിയുന്നതിൽ പിച്ചളയ്ക്ക് സംശയം. മതികലയുടെ സിം കാർഡും മെമ്മറി കാർഡും മനസ്സുജിന്റെ കയ്യിലാണെന്ന് CI മുംതാസ് അറിയുന്നു. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് തിരികെ വരാൻ തയ്യാറെടുക്കുന്ന രവി. മനസ്സുജിന്റെ മുറിയിൽ മതികല സിം കാർഡും മെമ്മറി കാർഡും അന്വേഷിക്കുന്നെങ്കിലും കണ്ടെത്താനാകുന്നില്ല. മതികലയെ ഇനി അഴിഞ്ഞാടാൻ അനുവദിക്കില്ല എന്ന് CI മുംതാസിനോട് പറയുന്ന മനസ്സുജൻ. മതികല കുട്ടിമണിയെ കാണാൻ ആശുപത്രിയിലെത്തുന്നു. സീതയാണ് രാഹുലിനെ കാണാൻ പോയതെന്ന തെറ്റിദ്ധാരണയിൽ സീതയെ ശാസിക്കുന്ന ബാലൻ. ഈ ജന്മത്തിലല്ല വരും ജന്മങ്ങളിലും ബാലചന്ദ്രന്റേതായിരിക്കുമെന്ന് നകുലിനോട് പറയുന്ന സീത. അരുന്ധതിയും രവിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് നകുലിനോട് ശകുന്തള പറയുന്നു. മനസ്സുജിനൊപ്പം പിച്ചളയെയും തീർക്കണമെന്ന് സഞ്ജുവിനോട് പറയുന്ന മതികല. ശിവയ്ക്ക് മതികലയുടെ ഫോണിൽ നിന്നും മെസ്സേജ് അയച്ച് ശിവയെ വരുത്താൻ മനസ്സുജനും പിച്ചളയും ശ്രമിക്കുന്നു. ആശുപത്രിയിലെത്തിയ രവിയെ തന്റെ കുഞ്ഞേട്ടനാണെന്ന് തിരിച്ചറിയുന്ന കുട്ടിമണി. മനസ്സുജൻ പറയുന്നത് സത്യമാണോ എന്ന സംശയവുമായി കുട്ടിമണി. രാഹുലൻ കുട്ടിമണിയെ കാണാൻ ആശുപത്രിയിലെത്തുന്നു. രാഹുലനെ കുട്ടിമണി തിരിച്ചറിയുന്നില്ല. തിരികെ പോകാനൊരുങ്ങുന്ന രാഹുലൻ മനസ്സുജനോടുള്ള വെല്ലുവിളിയായി ആശുപത്രിയിൽ നിൽക്കുന്നു. മനസ്സുജൻ കുട്ടിമണിയുടെ മുന്നിൽ വരരുതെന്ന് രവി. കുട്ടിമണിയെ കാണാനൊരുങ്ങുന്ന ബാലനെ മനസ്സുജൻ തടയുന്നു. കുഞ്ഞിമണി തന്നെയാണ് തന്റെ മോളെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സീതയുടെ മുന്നിലേക്ക് DNA ടെസ്റ്റുമായി നകുലിനെത്തുന്നു. തുടർന്ന് കാണുക. എന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്. ഇവളാ എന്റെ മോള്. ആ വിശ്വാസത്തെ തകർക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ വയലോരം വീട്ടിലെ ആഴമുള്ള കിണർ എന്നെ ഇവളെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. മോളെ, എല്ലാവരോടും കൂടിയാ ഞാൻ പറഞ്ഞത്. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. ഒരു ദുരന്തം ആഗ്രഹിക്കുന്നവർ മാത്രം ഇവിടെ നിന്നാ മതി. അമ്മയ്ക്കും അമ്മായിക്കും അനിയത്തിക്കും ഏട്ടനും എല്ലാവർക്കും പോവാം. കേട്ടല്ലോ എല്ലാരും, വേഗം ഇറങ്ങ. ഞാനല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ വന്നതല്ല നന്ദൂനെ. മോളും മരുമോനും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇറങ്ങിക്കൂടെ? നീ ഇവിടെ നിന്നോ മോളെ. ആരും ഒരിടത്ത് നിൽക്കുന്നില്ല. ഇപ്പൊ തന്നെ ബാഗ് എടുത്ത് എല്ലാം ഇറങ്ങണം. തൽക്കാലത്തെ ദേഷ്യത്തിന് നീയും അവളും ഇറങ്ങാൻ പറഞ്ഞെന്ന് എനിക്കറിയാം മോനെ. എന്നാലും പോവാ. വനജ എങ്ങും പോണ്ട. നമുക്ക് കുട്ടാപ്പൂവിനെ കൊണ്ടുവരണ്ടേ? എന്നെ വിവരം അറിയിച്ചാ മതി. ഞാൻ വന്നോളാം അപ്പച്ചമ്മേ. ബാഗ് എടുത്തോണ്ട് വാടി. ഇവളിവിടെ നിക്കട്ടടാ. തൂക്കിയെടുത്ത് കൊണ്ടുപോണ കാണണോ? ഓ, ഞങ്ങളെ ഇവിടെ ആരും തൂക്കണ്ട. ഞങ്ങൾ നടന്നോളാം. ഏതോ കാനനമേട്ടി കിടന്ന ഇള്ള കൊച്ചിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഈ മുറ്റത്തെത്തിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ നിഷ്പ്രയാസം അനാഥാലയത്തിൽ നിന്ന് അതിനെ റാഞ്ചാനും എനിക്ക് കഴിയും. പക്ഷേ ഞാനതൊന്നും ചെയ്യുന്നില്ല. പെറ്റ തള്ളക്ക് വേണ്ടാത്തതിന് എനിക്കെന്തിനാ? പൊന്നുമോൾക്കറിയല്ലേ. സ്വന്തം വിശ്വാസങ്ങളിൽ മാത്രം മുറുകെ പിടിക്കുന്നത് ഒരു നല്ല ശീലമല്ല. അറിഞ്ഞതിനപ്പുറം അതിൽ സത്യമുണ്ടോന്നറിയാനുള്ള ഒരു മനക്കണ്ണ് വേണം എല്ലാ നല്ല കുടുംബിനികൾക്കും. നല്ല ഉപദേശം. അമ്മാമ്മ പറയുന്നതിനപ്പുറം മറ്റൊരു ലോകം ഉണ്ടോന്ന് പോലും ചിന്തിക്കാത്ത അമ്മ തന്നെ ഇത് പറയണം. സമ്മതിച്ചു. വല്യണ്ണം പറയുന്നത് കേട്ട് കണ്ണടച്ച് ഇരുട്ടാക്കാറുണ്ട് ഞാൻ. പക്ഷെ നീ എന്നെ പോലെയല്ല, വിദ്യാഭ്യാസം ഉള്ളവളാ. DNA ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നും അതിൽ തെളിയുന്ന സത്യത്തിന്റെ വില എന്താണെന്നും ഞങ്ങളെക്കാൾ കൂടുതലായി നിനക്കറിയാം. അതെ, അറിയാം. എന്റെയും ബാലേട്ടന്റെയും DNA ടെസ്റ്റ് നടന്നതാ. അന്നതിൽ തെളിഞ്ഞത് ആ കുഞ്ഞും വയലോരം വീടും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്നല്ലേ. പിന്നെ എങ്ങനെ ഇപ്പൊ അത് മാറി മറിഞ്ഞത്? കള്ളക്കളി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. കള്ളക്കളി നടന്നത് ആദ്യമാ. മതികല രക്തം മാറ്റിവെപ്പിച്ചത് നീ അറിഞ്ഞതല്ലേ? അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ അമ്മേ. ബ്ലഡ് മാറ്റിവെച്ചു പോലും, അതും ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സർക്കാർ ലാബിൽ വെച്ച്. സർക്കാർ സ്ഥാപനം ആവുമ്പോ അവിടെ എന്ത് തിരിമറിയും നടക്കും മോളെ.
പിന്നെ എന്ത് തിരിമറി? ഈ ഉടായ്പൊക്കെ എല്ലാവർക്കും അറിയാം. സീതേച്ചി പറഞ്ഞതാ ശരി. എന്നാലും എല്ലാരും പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുമ്പോ പിന്നെയും കുഞ്ഞുമണിയും കൊണ്ട് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നതാ അത്ഭുതം. വാ, കുഞ്ഞമ്മായി പോയിട്ട് പിന്നെ വരാം കേട്ടോ മുത്തേ. പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നാ കിണറ്റിലോട്ടൊന്നും ചാടണ്ട, നേരെ പൂക്കോടിയിലേക്ക് വന്നാ മതി. സീതേച്ചിയെ ഇവളെയും നകുലെണ്ണം പൊന്നുപോലെ നോക്കും. ഇത്രയും വിഷ ഇവളുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. അമ്മ തിരിച്ചു വരും മോളെ. നിന്നെ മുതലെടുക്കാൻ വന്നവരെ ഒഴിവാക്കിയിട്ട് ഞാൻ വരും. ആ മനസ്സിനോ? ഇന്നലെ ഡോക്ടർ ഇവിടെ ഇല്ലായിരുന്നല്ലേ? ചില വിശേഷങ്ങളൊക്കെ ഇവിടെ നടന്നു. ഞാൻ അറിഞ്ഞു. നീതുവിന് നല്ല ഡോസ് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഡോക്ടർ, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണിന്ന്. പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് എന്റെ കുട്ടുവിനെ ഒന്ന് കാണണം. അവളെന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം. മനസ്സിനും വരൂ, ഞാൻ ഒപ്പമുണ്ട്. കൂടെയുള്ള കുട്ടിയൊന്ന് പുറത്തിറക്കി തരണം ഡോക്ടർ. എനിക്ക് പറയാനുള്ളത് അവള് കേൾക്കാൻ പാടില്ല. ശരി, വരൂ. കുട്ടിമണി, നിങ്ങളോ? നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ ആര് വരണം ആര് വരണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, കുട്ടിയല്ല. ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഡോക്ടറായിരിക്കും. പക്ഷേ കുട്ടിമണിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം രവി സാർ എനിക്കാ തന്നിരിക്കുന്നത്. അതിന് കുട്ടിമണിയുടെ അവകാശം ആരാ രവിക്ക് വിട്ടുകൊടുത്തത്? കുട്ടിമണിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് മനസ്സിജന. ഹോസ്പിറ്റൽ രേഖകളിൽ ഇപ്പോഴും ഇയാളുടെ കെയർ ഓഫിലാ ഈ പേഷ്യന്റ്. മനസ്സിജൻ തീരുമാനിക്കും ഇവിടെ നിൽക്കേണ്ടത് ആരൊക്കെയാണെന്ന്. കുട്ടിമണിക്ക് മേൽ രവിയായിട്ടുള്ള അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇവളുടെ പ്രിയപ്പെട്ട കുഞ്ഞേട്ടനാ. ആനയെ ഞാൻ പേടിക്കുന്നു, പക്ഷേ ഈ ആനപ്പിണ്ടത്തെ ഞാൻ തീരെ വകവയ്ക്കുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് എന്റെ കുട്ടുവിന്റെ മനസ്സിൽ വിഷം നിറയ്ക്കുക ഈ കുട്ടി. അതനുവദിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോയേ പറ്റൂ. കേട്ടല്ലോ? പ്ലീസ് ക്ലിയർ ഔട്ട്. കുട്ടിമണി, എന്നോട് ഇറങ്ങി പോവാനാ ഇവര് പറയുന്നത്. ഞാൻ എന്താ വേണ്ടേ? എനിക്കൊന്നും അറിയത്തില്ല. ആരെ എനിക്ക് കാണണ്ട. എനിക്കിപ്പോ വയലോരം വീട്ടിൽ പോയാൽ മതി. ഒരു ദിവസം കൂടി ക്ഷമിക്കേ. നാളെ ഞാൻ കുട്ടുവിന്റെ വല്യേട്ടനെയും അപ്പച്ചിയമ്മയും ഒക്കെ ഇവിടെ കൊണ്ടുവരാം. സമ്മതിക്കില്ല. രവി സാർ അറിയാതെ ഇവിടെ ആരെയും കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കെന്നെ വല്യേട്ടനെ അപ്പച്ചമ്മയൊക്കെ കാണണം. അതുവരെ നീ ആരാ? കുട്ടി വേഗം ഇറങ്ങിക്കോ. ഇനിയും പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. കാണിച്ചു തരാൻ നിനക്ക് ഞാൻ ആരാണെന്ന്. ഒരുപാട് പേര് കാണിച്ചത് കണ്ടിട്ടുള്ളവനാ മോളെ ഞാൻ. വലിയ വലിയ പുലികൾക്കിടയിൽ നീ എനിക്ക് വെറും പൂച്ചയാ. സ്ഥലം വിടാൻ നോക്ക്. മനസ്സിജന് നിന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. പേടിക്കാതെ നീ അത് കേൾക്കണം. ഞാൻ പുറത്ത് നിൽക്കാം. ഡോക്ടർ പോണ്ട, ഇവിടെ നിൽക്കണം. ഇയാൾക്ക് പറയാനുള്ളത് രഹസ്യ കുട്ടിമണി. വേണ്ട, ഡോക്ടർ പോണ്ട. കുട്ടിനെ ഭയപ്പെടുത്തണ്ട. ഡോക്ടർ ഇവിടെ തന്നെ ഇരുന്നുള്ളൂ. നീ എന്നെ അറിയുന്നില്ല എന്ന് എനിക്കറിയാം. എന്തെങ്കിലും അറിയൂന്ന്. നിന്റെ കൂടി സാന്നിധ്യത്തിൽ വയലോരം വിട്ടിവെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഞാനിന്ന് രാത്രി നടത്തുക. നിനക്ക് അപരിചിതനാണ് ഞാനെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവത്തോട് പറയണം എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന്. വയലോരം വീട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ എൻ്റെ പരിശ്രമം. പ്രാർത്ഥിക്കാന്ന് പറ കുട്ടിമണി. നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടാവോ? അമ്മ, നിന്റെ അമ്മയാ എന്നെ ഇപ്പം നയിക്കുന്നത്.
അമ്മയ്ക്ക് വേണ്ടിയാ ഇന്നത്തെ എൻ്റെ ദൗത്യം. എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. മതി, അത് മതി കുട്ടു. ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം ഭംഗിയായി നടക്കും. നന്ദിയുണ്ട് ഡോക്ടറെ. ആ കുട്ടി പോയ സ്ഥിതിക്ക് ഇവിടെ കുട്ടിമണിക്ക് ആരാ കൂട്ട്? രോഗം മാറിയിട്ടും ആർക്കും വേണ്ടാത്ത ഒരാളിവിടെയുണ്ട്. കുട്ടിമണി ആ ചേച്ചിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെ ഞാൻ ഏർപ്പാടാക്കാം. കുട്ടു, ഞാൻ ഇറങ്ങുവാ. എന്താ നീതു? സർ, ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം നടന്നു. ആ മനസ്സിജൻ വന്നിരുന്നു. എന്നിട്ട് ഡോക്ടർ ലൈല എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു. പോവാൻ പറഞ്ഞോ? അതെ സർ. കുട്ടിമണി അഡ്മിറ്റ് ചെയ്തത് മനസ്സിജനാണെന്നും രവി സാറിനേക്കാൾ പേഷ്യന്റിന്റെ കാര്യത്തിൽ കൂടുതൽ അവകാശം അയാൾക്കാണെന്നും പറഞ്ഞു. പക്ഷേ എന്നോട് അവര് സംസാരിച്ചത് വളരെ പോസിറ്റീവായിട്ടാണല്ലോ. മനസ്സിജനെ നമ്മൾ അവളിൽ നിന്നും കൂടുതൽ അകറ്റാൻ ശ്രമിച്ചില്ലേ, അതാ അവർക്ക് പിടിക്കാത്തത്. ഓ, മനസ്സിലായി. അയാളുമായിട്ട് അവർക്ക് മുൻപരിചയമുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. ഇനി എന്ത് ചെയ്യണം സർ? നീതു അവിടെ തന്നെ നിൽക്ക്. 1 മണിക്കൂറിനകം ഞാൻ അവിടെ എത്തും. എൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അർഹതയുള്ളത് ആർക്കാണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ വെയിറ്റ് ചെയ്യാം സർ. ബൈ. കുട്ടിമണി, ഇത് ദേവകി. നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടല്ലോ അല്ലേ? അസുഖം മാറിയിട്ടും ബന്ധുക്കൾ അകന്നു നിൽക്കുന്ന ഒരു സ്ത്രീയാ ഈ ദേവകി ചേച്ചി. കുട്ടിമണിക്കാണെങ്കിൽ അവകാശികൾ പലരാ, അതും അവൾക്ക് പോലും പരിചയമില്ലാത്തവർ. ഒക്കെ വെറുതെയാ. ഈ കുട്ടിമണിയുടെ അസുഖം മാറിയെന്ന് പറയട്ടെ, കേറി ഇറങ്ങി നടക്കുന്ന ബന്ധുക്കൾ ആരും തിരിഞ്ഞു നോക്കില്ല ഡോക്ടറെ. അങ്ങനെ ഈ ചേച്ചി അവരുടെ കാര്യം പറഞ്ഞതാ. നിന്റെ രോഗം മാറാനായി കാത്തിരിക്കുക എല്ലാവരും. ഇപ്പൊ വന്നയാള് ശരിക്കും എന്റെ ഭർത്താവാണോ? നീതു പറയുന്ന അല്ലാന്ന. രാഹുലൻ എന്ന് പറയുന്ന ആളാ അത്ര എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന. ശരിയാണോ? ശരി ഏതാണെന്നും തെറ്റേതാണെന്നും എനിക്കറിയാം കുട്ടിമണി. പക്ഷെ പറയില്ല, പറയാൻ പാടില്ല. എന്നാ അങ്ങനെ? എന്റെ ചികിത്സയിലൂടെ നിന്റെ ഓർമ്മകളെ വീണ്ടെടുക്കണമെന്നാ എന്റെ ആഗ്രഹം. വൈദ്യന്റെ സ്വാർത്ഥത എന്ന് വിശേഷിപ്പിച്ചാലും ഒരു വിരോധവും ഇല്ല. ഇവിടെ നിന്ന് നീ പോകേണ്ടത് വയലൂരം വീട്ടിലേക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനു മുൻപ് നിന്റെ ഈ മറവി രോഗം മുഴുവൻ മാറണം. മനസ്സിജനെയും രാഹുലിനെയും ഒക്കെ നീ സ്വയം തിരിച്ചറിയണം. അതിൽ നിന്നും ശരിയായ വഴി നീ തീരുമാനിക്കണം. അതിനൊക്കെ പറ്റുമോ? പറ്റും. ഞാൻ വിശ്വസിക്കുന്ന ചികിത്സാ രീതി നിന്നിലെ യഥാർത്ഥ കുട്ടിമണിയെ പുറത്തു കൊണ്ടുവരും. എന്താവശ്യത്തിനും ഈ ചേച്ചി ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നോളാം. എന്റെ മോളെ പോലെ ഞാൻ നോക്കിക്കോളാം. പോരെ? മോളെ പോലെയല്ല, മോള് തന്നെ, കേട്ടോ? ശീലാവതി പോയതിനു ശേഷം ഇന്ന് വരെ വായ്ക്ക രുചിയായിട്ട് ഒരു സാധനം കഴിക്കാൻ പറ്റിയിട്ടില്ല. വല്ലാത്തൊരു ഗതികേടാ. വയറ് മഹാമോശമായെന്ന് പറഞ്ഞാ മതി. എപ്പോഴും എരിച്ചില്ല. എന്റെ എരിച്ചില് വയറ്റിലൊന്നുമല്ല, നെഞ്ചില. പ്ലാൻ ചെയ്യുന്നതല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. ഇങ്ങനൊരു പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാശ് കയ്യിൽ വന്നാ എല്ലാ പ്രശ്നവും തീരുമെന്ന് നീ പറഞ്ഞിട്ടാ ഞാൻ കാറിന്റെ RC ബുക്ക് പണയം വെച്ച് കാശ് വാങ്ങിച്ചത്. ആ കാശ് തീരുന്നതല്ലാതെ പ്രശ്നം തീരുന്നില്ലല്ലോ. മെമ്മറി കാർഡിലെ രഹസ്യങ്ങൾ അറിയാന്ന് പറഞ്ഞ് മനസ്സിജൻ വെല്ലുവിളിച്ചിട്ട് ദിവസം കുറേയായി. ഇതുവരെ അവന്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ആലോചിക്കുമ്പോഴാ ടെൻഷൻ കൂടുന്നത്. അവൻ വിചാരിച്ചാ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായി കാണും. അല്ലാതെന്താ മോളെ? മനസ്സിജൻ അങ്ങനെ നിസ്സാരക്കാരനായിട്ടൊന്നും കാണണ്ട. അവനൊന്ന് പിന്നോട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് തോൽവി സമ്മതിച്ചിട്ടാവില്ല. തക്കം കിട്ടുമ്പോ ചാടി വീഴാനാവും. പിന്നെ ചാടി വീണു. കാൽ കാശിന് ഗതിയില്ലാത്തവൻ ചാടിയാലേ
മൂക്കും കുത്തി താഴെയായിരിക്കും വീഴുന്നത്. അതവന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ചാടാത്തത്. അല്ല മോളെ, കുട്ടിമണി പിന്നെയും ആശുപത്രിയിലാണെന്നല്ലേ നീ പറഞ്ഞത്? അവിടുന്ന് പഴയതുപോലെ നമുക്ക് അവളെ അങ്ങ് പൊക്കിയാലോ? ഞാൻ ആലോചിക്കഞ്ഞിട്ടൊന്നുമല്ല, ചിലതൊക്കെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താ നിന്റെ പ്ലാൻ? ആ, ഓ ഹും. വന്നോ? ഞാൻ വിചാരിച്ചു പോയ വഴിക്കിനി പുല്ല് പോലും കിളിക്കില്ലെന്ന്. മതി, എന്നെ കണ്ട ഉടനെ ചീത്ത വിളിക്കണ്ട. നിനക്ക് 8ന്റെ ഒരു പണി കൂടി കിട്ടിയിട്ടുണ്ട്. മതി. പണിയോ? ഹ്, എന്ത് പണി? DNA ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. നകുലൻ തട്ടിക്കൊണ്ടുവന്നത് ബാലന്റെയും സീതയുടെയും കൊച്ചിനെ തന്നെയാ. തിരുമറി നടന്നു ഉറപ്പായ സ്ഥിതിക്ക് ലാസ്റ്റിന്റെ കാര്യം പോക്കാ മതി. ഇനി പോലീസ് തേടി വരുന്നത് മതിയായിരിക്കും. മോളെ, ബാസ്റ്റിനോട് ഫോണിൽ സംസാരിച്ചത് നീയല്ലെന്ന് തെളിയിക്കാൻ പറ്റില്ലേ? തെളിവിന്റെ ആവശ്യമൊക്കെ പിന്നെയല്ലേ വരൂ. അറസ്റ്റ് ചെയ്താ റിമാൻഡ് ഉറപ്പാ. അയ്യോ, അറസ്റ്റിന് മുൻപ് ഒരു നല്ല കളി കളിക്കണം. മനസ്സുജന്റെയും വയലോരം വീടിന്റെയും ചങ്ക് പിളർത്തുന്ന ഒരു കളി. ജയിലിൽ കിടന്നിട്ടായാലും അത് കണ്ട് എനിക്ക് ചിരിക്കണം. അതിനെന്താ വഴി? മനസ്സുജന്റെ ചങ്കു പിളർക്കണമെങ്കിൽ പണി കൊടുക്കേണ്ടത് അവന്റെ പ്രിയപ്പെട്ട കുട്ടുവിനിട്ടായിരിക്കണം. അതെ, അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പണിയായിരിക്കണോ അത്. ഹലോ. കൊറേ ദിവസമായിട്ട് നിന്റെ ഒരു വിവരവും ഇല്ലല്ലോടാ. അത് ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു. അറിയാം. കുട്ടിമണിയുമായിട്ടുള്ള വേളയ്ക്ക് അമ്മാവന്മാരുടെ അനുവാദം വാങ്ങാൻ തമിഴ്നാട്ടിൽ പോയിരിക്കുമായിരുന്നു അല്ലേ? തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ചയോ, ആട് കിടന്നെടുത്ത് രോമം പോലും ഇല്ല. ഇനി അധികം വൈകാതെ മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ട് പോവും. ഈ മണ്ണ് ചാരി നിന്നത് ഞാനല്ലേ? കുട്ടിമണിയെ കിട്ടാൻ എന്നെക്കാൾ കൂടുതൽ അർഹത മനസ്സുജനാണെന്ന് നിങ്ങൾക്കും അറിയാലോ. അയ്യോ, നീ അപ്പൊ അവളെ അവന് വിട്ടുകൊടുത്തോ? ഇനിയുള്ള കാലം നിരാശാ കാമുകനായിട്ട് കരഞ്ഞു തീർക്കാൻ തീരുമാനിച്ചോ? ആണായാലേ ചങ്കൂറ്റം വേണം. മോഹിച്ച പെണ്ണിനെ എന്ത് വില കൊടുത്തും സ്വന്തമാക്കാനുള്ള വാശി വേണം. അതെങ്ങനെ? പച്ചക്കറിയല്ലേ തിന്നു. നിന്റെയൊക്കെ ജീവിതം ഇങ്ങനെ ചതഞ്ഞേ കിടക്കൂ രാഹുല. പരിഹസിക്കണ്ട. കുട്ടിമണിയെ സ്വന്തമാക്കണമെന്ന് ഞാൻ വിചാരിച്ചാ അതിപ്പോഴും നടക്കും. അവള് മനസ്സുജനെ തിരിച്ചറിയാത്ത സ്ഥിതിക്ക് കഥയിൽ എന്റെ റോള് തീർന്നിട്ടില്ല. ഇതാണ്, ഈ വാശിയാണ് നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. മോനെ രാഹുല, എന്റെ നാത്തൂനെ നിന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കാൻ ഞാൻ സഹായിക്കടാ. നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. ദുഷ്ടലാക്കോടെ നിങ്ങൾ സഹായിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആയിരിക്കാം. എനിക്കിത്തിരി ദുഷ്ടലാക്കുണ്ടെങ്കിലും അത് മുതലെടുത്ത് നിനക്ക് നിന്റെ ആത്മാർത്ഥ പ്രണയം സഫലമാക്കിക്കൂടെ? എന്നെ സഹായിക്കാൻ നിങ്ങളെക്കാൾ അർഹതയുള്ള ഒരാള് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിഗൂഢ പദ്ധതികൾ മനസ്സിലിട്ടുകൊണ്ടുള്ള നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ടാന്ന്. ആരാ നിന്നെ സഹായിക്കാൻ പോകുന്ന ആ പുതിയ അവതാരം? അവതാരം പുതിയതൊന്നുമല്ല. പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾ അറിയും. കുട്ടിമണിയുടെ കുഞ്ഞേട്ടൻ, അതായത് നിങ്ങളുടെ ഭർത്താവ്. കുഞ്ഞേട്ടനെ എനിക്ക് നിങ്ങളെക്കാൾ വിശ്വാസം. കുട്ടിമണിക്ക് നന്മ വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അയാളെന്തിനാ നിന്നെ സഹായിക്കുന്നത്? അക്കാര്യം പ്രിയപ്പെട്ട ഭർത്താവിനോട് നിങ്ങൾ തന്നെ അങ്ങ് നേരിട്ട് ചോദിച്ചാൽ മതി. ഞാൻ ഫോൺ വെച്ചോട്ടെ മതികോലെ? എന്താ മോളെ, എന്താ അവൻ പറഞ്ഞത്? ഒരു ശത്രു കൂടി നമുക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ആര്? എന്റെ ആര്യപുത്രൻ, വയലോരം വീട്ടിലെ ഇളമുറത്തമ്പുരൻ രവിചന്ദ്രൻ. അല്ല, രവീന്ദ്രൻ ഈ കാര്യത്തിൽ ഇടപെടുന്നത്? കുട്ടിമണി അയാളുടെ പെങ്ങളായതുകൊണ്ട് ഈ നാട്ടിലെ ആങ്ങളമാർക്കെല്ലാം അനിയത്തി പ്രാവുകളോട് ഭയങ്കര സ്നേഹോ. പക്ഷെ അയാൾ എന്തിനാ കുട്ടിമണിയുടെ കാര്യത്തിൽ രാഹുലന്റെ സൈഡ് പിടിക്കുന്നത്? സിജൻ പ്രിയപ്പെട്ട അളിയനായിരുന്നല്ലോ. ഞാനിന്ന് വയലോരം വീട്ടിൽ ചെന്നപ്പോഴും ഒരു സൂചന കിട്ടിയിരുന്നു. സീതയും രവിയും മനസ്സുജൻ എതിരാണെന്ന്. ശത്രുവിന്റെ ശത്രു മിത്രമെന്നാ പ്രമാണം. നിനക്കും അവനും മനസ്സുജനോട് ശത്രുതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിന്നൂടെ? നല്ല കഥയായി.
ചങ്ങാത്തം പറഞ്ഞ് അയാളുടെ അടുത്ത് ചെന്നാ അന്ന് തീരും എന്റെ ഈ ജന്മം. അല്ലെങ്കിൽ അയാളുടെ. എന്തായാലും വയലാരം വീട്ടിൽ മതിയിട്ടിട്ട് പോയ കനൽ ഇപ്പൊ ഒരു കാട്ടുതീയായി മാറിയിട്ടുണ്ട്. അതെ, ആ കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന മാനിനെ മുയലിനെയൊക്കെ പിടികൂടി പുലിക്കെറിഞ്ഞു കൊടുത്ത നമ്മുടെ ജോലി കഴിഞ്ഞു. സംഗതി ഇത്തിരി കൂടി എളുപ്പമായി. നീ എന്താ ഉദ്ദേശിച്ചത്? വ്യക്തമായ പ്ലാൻ ആയിട്ടില്ല. സഞ്ജു, നീ ഒരു കാര്യം ചെയ്യണം. എന്താ മതി? നീ കുട്ടിമണി കിടക്കുന്ന ആശുപത്രി ചെല്ലണം. അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയണം. രവി അവിടെ എത്തി കുട്ടിമണിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോന്നാ പ്രധാനമായിട്ടും അറിയേണ്ടത്. എങ്കിൽ മനസ്സുജൻ എന്തു പറ്റിയെന്നും അവര് തമ്മില് വഴക്കുണ്ടായോ, ഇപ്പൊ ആർക്കാണ് കുട്ടിമണിയുടെ അധികാരം, നിനക്ക് മനസ്സിലായല്ലോ. ആയി കൂടിയ 1 മണിക്കൂർ അതിനകം ഞാൻ വിവരറിഞ്ഞു വരാം. നിങ്ങളെവിടെ കാണും? ഞങ്ങൾ എവിടെ പോവാനാ സഞ്ജു? ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. വീട്ടിൽ പോയി പരസ്പരം നോക്കി ടെൻഷൻ അടിച്ചിരിക്കുന്നതിൽ നല്ലതല്ലേ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ശരി, ഞാൻ പോയിട്ട് വരാം. പൊട്ടന, പക്ഷെ എല്ലാറ്റിനും കൂടെ നിർത്തുന്നത് ഒരു ബലോ. അവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ ഒരു പ്രശ്നം ഉണ്ടായ അങ്കിൾ ഇടപെട്ടോളൂല്ലോ. അത് ശരിയാ. എന്നോടുള്ള അയാളുടെ സെന്റിമെന്റ്സ് ഒക്കെ തീർന്നിരിക്കുക. ആ, സ്നേഹമുള്ള സഹോദരന്മാരെ കിട്ടാനും ഭാഗ്യം വേണം. അമിത സ്നേഹവും ആപത്താമ്പേ. ആ ആപത്താ ഇപ്പൊ കുട്ടിമണിയുടെ കുഞ്ഞേട്ടന് പറ്റാൻ പോകുന്നു. അവനിവിടെ ഉണ്ടോ സിജൻ? ഇല്ല സർ, എന്നെ പുറത്താക്കി 5 മിനിറ്റിനകം അയാൾ പോയി. എന്റെ കുട്ടിമണി അയാൾക്ക് വിട്ടുകൊടുക്കാനാ ഡോക്ടർ ലൈലയുടെ പ്ലാനെങ്കിൽ സമ്മതിക്കില്ല ഞാൻ. പ്ലാൻ അത് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. രാഹുലിനുമായി ഞാൻ അവളെ അടുപ്പിക്കാൻ ശ്രമിച്ചതാ ഡോക്ടർക്ക് പിടിക്കാത്തത്. ഒന്ന് വിശദമായിട്ട് പറ അവര് പറഞ്ഞ കാര്യങ്ങൾ. പറയാം സർ. ആരോടെ ഈ സംസാരിക്കുന്നേ? ശരി, നീ ഇത് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വിളിക്കാം. ഞാൻ നിയമിച്ച ആള് എന്റെ അനിയത്തിക്കൊപ്പം ഇല്ലെങ്കിൽ അവൾക്കിനി ഈ ആശുപത്രിയും വേണ്ട. ഞാൻ വെയിറ്റ് ചെയ്യാം സർ. ശരി ശരി. കുഞ്ഞേട്ടാ, നിങ്ങളാരാ? അതെ, നീരുവിന് പകരം ഇവിടെ നിൽക്കാനേ ഡോക്ടർ കൊണ്ടുവന്നതാ ദേവി ചേച്ചി. എന്നെ കൊണ്ടുവന്നൊന്നുമല്ല, ഇത് തന്നെ എന്റെ വീട്. സൂക്കേടായിട്ടേ ഇവിടെ കൊണ്ടുവന്നതാണേ. പക്ഷെ അസുഖം മാറിയിട്ട് വീട്ടുകാർ കൊണ്ടുവന്നില്ല. പാവം. കൊള്ളാം. ലൈല ഡോക്ടറുടെ ചികിത്സ. ഒരു മനോരോഗിയാണോ എന്റെ അനിയത്തിക്ക് കൂട്ടു നിർത്തിയിരിക്കുന്നത്? എനിക്കിപ്പോ അസുഖമൊന്നും ഇല്ല മോനെ. മോനോ? ആരുടെ മോൻ? നിങ്ങളോട് വഴക്കിടാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് കാണേണ്ടത് ഡോക്ടർ ലൈലയെ. ഞാൻ നോക്കിയിട്ട് എവിടെയെങ്കിലും കണ്ടില്ല. എവിടെ പോയി അവര്? ഭക്ഷണം കഴിക്കാനോ മറ്റോ പോയതായിരിക്കും. അല്ലാതെ ഡോക്ടർ ഇവിടുന്ന് മാറി നിൽക്കാറേ ഇല്ല. എന്തായാലും വരട്ടെ. മുഖത്ത് നോക്കി ചിലത് പറഞ്ഞിട്ട് ഞാൻ പോവും. ലൈല ഡോക്ടർ പാവം കുഞ്ഞേട്ടാ, വയക്കിനൊന്നും പോകണ്ട. പാവമാണെങ്കിൽ അവരെന്തിനാ ഞാൻ നിർത്തി എന്റെ സ്റ്റാഫിനെ ഇവിടുന്ന് പുറത്താക്കിയത്? നിന്റെ മേൽ മനസ്സുജന കൂടുതൽ അവകാശമെന്ന് തീരുമാനിക്കാൻ അവരാരാ? നീതുവിനെ ഇറക്കി വിട്ടത് എനിക്കും അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷെ നീതു എന്താ എന്നെ വേറെ ആരെയും കാണാൻ സമ്മതിക്കാത്ത? മോളെ, ഈ ലോകം വല്ലാത്തതാ. ചതിയന്മാരും ദുഷ്ടന്മാരും ഒക്കെ ഉണ്ട്. എന്റെ പൊന്നു മോളുടെ നിഷ്കളങ്കത പലരും മുതലെടുക്കും. അയ്യോ ഇല്ല കുഞ്ഞേട്ടാ, മനുഷ്യൻ ആരാന്ന് എനിക്കും അറിയണ്ടേ? നിങ്ങൾ സംസാരിക്കേ, ഞാൻ പുറത്ത് നിൽക്കാം. അല്ല, അവനെന്തിനാ ഇപ്പൊ പുറത്തോട്ട് പോയേ? അവര് നിൽക്കുമ്പോ സംസാരിക്കാൻ എനിക്ക് തടസ്സമാവണ്ടെന്ന് കരുതി. ആണല്ലോ. അതുപോലെ നീതുനെന്താ സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ സമ്മതിച്ചാ? മനുഷ്യന്റെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറയാൻ നീതു സമ്മതിച്ചില്ല. അവൻ ചതീനാ മോളെ. നാപ്പെടുത്ത കള്ളവേ പറയൂ. എന്റെ കുട്ടിമണി അവൻ വഴിതെറ്റിക്കും. അതൊക്കെ പോട്ടെ, നിനക്ക് ഇവിടുന്ന് പോണോ? കുഞ്ഞേട്ടൻ വേറെ ആശുപത്രിയിലേക്ക് നിന്നെ മാറ്റിയാലോ? വേണ്ട, ഇതാ നല്ലത്. ലൈല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, മരുന്ന് കഴിച്ചാലേ എനിക്ക് മനസ്സുജനെയും രാഹുലിനെയും ഒക്കെ ഓർക്കാൻ പറ്റുന്നു. എങ്കിൽ പിന്നെ
ഇവിടുത്തെ മരുന്ന് കഴിക്കുന്നതന്നല്ലേ നല്ലത്, അല്ല കുഞ്ഞേട്ടാ? എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ സ്റ്റാഫാണോ? എന്താ സ്റ്റാഫിന് മാത്രമേ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ? അയ്യോ അതല്ല, ഞാനിവിടെ ഒരു പേഷ്യന്റിന്റെ വിവരം വന്നാ. കുട്ടിമണിന്റെ പേഷ്യന്റ്. കുട്ടിമണിയുടെ ആരാ? ഞാൻ കുട്ടിമണിന്റെ ആരുമല്ല, പക്ഷേ എന്റെ ഒരു ഫ്രണ്ടിന്റെ വുഡ്ബിയാണ് കുട്ടിമണി. അതേത് ഫ്രണ്ട്? രാഹുൽ എന്നാ അവന്റെ പേര്. ഓ, രാഹുലിന്റെ ഫ്രണ്ട് ആയിരുന്നോ? അപ്പോ എന്നെ കുറിച്ച് പറഞ്ഞു കാണുമല്ലോ. നീതു എന്നാ എന്റെ പേര്. ഇപ്പോഴാണ് മനസ്സിലായത്. രാഹുലും പറഞ്ഞിരുന്നു നീതു. പറഞ്ഞിരുന്നു. കുട്ടിമണിയെ പരിചരിക്കാൻ രവി സാർ എന്നെ ഒപ്പം നിർത്തിയതാ. പക്ഷേ ഇപ്പൊ സംഗതി ആകെ തകിടം പറഞ്ഞു. ആ ഡോക്ടർ ഒരു രക്ഷയില്ല. മനസ്സിന്റെ ഒപ്പം ചേർന്ന് അവരെന്നെ പുറത്താക്കി. ചോദിക്കാൻ രവി സാർ വന്നിട്ടുണ്ട്. അല്ല, രവി സാറ് എന്തൊക്കെയോ സഹായിക്കുമെന്ന് രാഹുൽ എന്നോട് പറഞ്ഞിരുന്നേ. നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കുട്ടിമണിയെ കണ്ടിട്ട് മനസ്സ് തകർന്നു പോയതാ അദ്ദേഹം. രവി സാറിനെ വിളിച്ചപ്പോ കുട്ടിമണി അവന്റെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് വാക്കും കൊടുത്തു. പക്ഷേ ഇതുവരെ അവൻ രവി സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ തണുപ്പനായി കഴിഞ്ഞാൽ ഒടുവിൽ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നു പറഞ്ഞേക്കും. എന്ത് ചെയ്യാനാ നീതു? പണ്ട് മുതലേ അവൻ ഇങ്ങനെയാ. ഇപ്പൊ തന്നെ മാറി നിന്നിട്ട് അന്വേഷിക്കാൻ എന്നെ പറഞ്ഞു വിട്ട് കണ്ടോ? അടുപ്പമുള്ള കൂട്ടുകാരനാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഇവിടെ വന്ന് നിൽക്കാൻ. നല്ല തന്റേടുള്ള ഒരു പെങ്ങളുണ്ടല്ലോ അയാൾക്ക്. അവരും വരട്ടെ, ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്താ മനസ്സിനെ നമുക്ക് ഇവിടുന്ന് തുരത്താം. ഞാൻ പറയാൻ നീതു. അല്ല, കുട്ടിമണിയുടെ ഓർമ്മിപ്പ എങ്ങനെയാ? കൂടുതൽ വല്ലതും തിരിച്ചിടുന്ന ലക്ഷണമുണ്ടോ? എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. അത് കഴിയുമ്പോ പറയും ഞാനതൊന്നും ഓർക്കുന്നേ ഇല്ലെന്ന്. ഈ തക്കത്തിന് രവി സാറിന്റെ കൂടെ നിന്ന് അവളെ കല്യാണം കഴിച്ച രാഹുലിന്റെ ഭാഗ്യം. പിന്നെ അല്ലാതെ ഫസ്റ്റ് നൈറ്റ് കൂടി കഴിഞ്ഞാ പിന്നെ ഓർമ്മ വന്നാൽ എന്തില്ലെങ്കിൽ എന്ത്? നീതു ഇതുവരെ എന്റെ പേര് പോലും ചോദിച്ചില്ലല്ലോ. ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അല്ല, നീതുവിന്റെ നമ്പറും തരുമോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കുട്ടിമണിയുടെ വിവരങ്ങൾ അന്വേഷിക്കാനാ. അകത്തേക്ക് ഒരാള് പോയിട്ടുണ്ട്, കുട്ടിമണിയുടെ കുഞ്ഞേട്ടൻ. പോയിട്ട് അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിയാൽ മതി. വിവരങ്ങളൊക്കെ രവി സാറ് തരും. ആയിക്കോട്ടെ, ഞാനേ അകത്തേന്ന് ഡോക്ടറെ കാണാൻ പറ്റും നോക്കട്ടെ. ശരി, ബൈ. പോട്ടെ. ഫോൺ നമ്പർ വേണം പോലും. വായി നോക്കി. ദേവിക ചേച്ചി എന്താ പുറത്തിറങ്ങി നിൽക്കുന്നേ? കുട്ടിമണി ഓടിച്ചു വിട്ടോ? ഇല്ല ഡോക്ടറെ, അതൊരു പാവാ. നല്ല തങ്കപ്പെട്ട മോളാ. അകത്ത് അതിന്റെ കുഞ്ഞേട്ടൻ വന്നിട്ടുണ്ട്. കുഞ്ഞേട്ടനോ? അതെ, ഡോക്ടറോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. ആ ദേഷ്യം അയാളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. ആന്റി, എന്താ പ്രശ്നം? അതൊന്നും നമുക്ക് വേണ്ട കേട്ടോ. പിന്നെ ഇവൾക്ക് കൂട്ടിനായി ഞാൻ ഇവിടെ നിർത്തിയിരുന്ന സ്റ്റാഫിനെ നിങ്ങൾ പറഞ്ഞു വിട്ടു അല്ലേ? എന്റെ പേഷ്യന്റിനെ ആര് കാണണം ആരൊക്കെ കാണണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അക്കാര്യത്തിൽ പുറത്തുനിന്ന് ഒരാൾ ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ പേഷ്യന്റ് എന്ന് പറയുന്നത് എന്റെ അനിയത്തിയാ. ഞാൻ അനുവദിക്കുന്നവർ മാത്രം ഇവളെ കണ്ടാ മതി. സോറി മിസ്റ്റർ രവിചന്ദ്രൻ, ഇവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് മനസ്സിജന. റെക്കോർഡ്സ് പ്രകാരം ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം മനസ്സിജന് മാത്രം. കൊണ്ടുവന്നത് ആരായാലും ഇവൾക്ക് അയാളെ അറിയില്ലല്ലോ. പിന്നെയും നിങ്ങൾ എന്തിനാ അയാളെ താങ്ങുന്നത്? ഇപ്പൊ തന്നെ റെക്കോർഡ്സിൽ ഇവൾ തിരിച്ചറിഞ്ഞ് എന്റെ പേര് രേഖപ്പെടുത്തണം. പറ്റില്ല. നേരത്തെ തന്നെ എന്റെ ചികിത്സയിലായിരുന്നു ഇവൾ. അന്ന് അവകാശം പറഞ്ഞ് നിങ്ങളെ ആരെയും ഞാൻ കണ്ടില്ലല്ലോ. ഒരുപാട് കാര്യം എനിക്കറിയാം മിസ്റ്റർ രവി. എന്ത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയായാലും നിങ്ങൾ ഈ ചെയ്യുന്നത് ക്രൂരതയാണ്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നെ എങ്ങനെയാ മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്നേ? അപ്പോ ഞാൻ അയാളുടെ കൂടെ ആയിരുന്നോ? അനിയത്തി ചോദിച്ച ചോദ്യത്തിന് സമാധാനം പറയും. കുഞ്ഞേട്ടാ, എവിടുന്നാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? രാഹുലിന്റെ വീട്ടിൽ നിന്നാണെന്ന് രാഹുലിന്റെ നീതും പറയുന്നു. പക്ഷെ മനസ്സിജനാ കൊണ്ടുവന്നേന്നാ ഈ ഡോക്ടർ പറയുന്നേ. അപ്പൊ ഈ ഡോക്ടർ കള്ളം പറയുവാണോ? നിന്ന് വിയർക്കണ്ട നിങ്ങൾ. ഇവൾക്കുള്ള ഉത്തരം ഞാൻ കൊടുത്തോളാം. നീ ആര് പറയുന്നതും വിശ്വസിക്കേണ്ട കുട്ടിമണി. ഇപ്പൊ തന്നെ ഇത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറായില്ലേ നീ? നീ നിന്റെ മനസ്സിനോട് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും. ആ മനസ്സും എന്റെ മരുന്നുകളും ചേരുമ്പോ നിനക്ക് ഫലം കിട്ടും. നിന്റെ ബ്രെയിനിലെ സെല്ലുകൾ നിനക്ക് മറുപടി തരും.
എനിക്ക് ഡോക്ടറോട് തനിച്ച് സംസാരിക്കണം. ഞാൻ ഈ ആവശ്യം പ്രതീക്ഷിച്ചു. ഞാനിപ്പോൾ വരാൻ പോണം. ഡോക്ടർ വരൂ. ദേവകി, അകത്തേക്ക് ചെല്ല്. ഓ ശരി. കുട്ടിമണിയുടെ മുന്നിൽ വെച്ച് എന്നോട് കൂടുതൽ ദേഷ്യപ്പെടാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാ തനിച്ച് സംസാരിക്കാന്ന് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ദേഷ്യവും വഴക്കമൊന്നുമില്ല. കുട്ടിമണിയുടെ കാര്യത്തിൽ എൻ്റെ താല്പര്യങ്ങളെ നടക്കാവൂ. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യും? ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് മുമ്പിൽ വെച്ച് തരും. എമൗണ്ട് ഡോക്ടർക്ക് എഴുതാം. ചികിത്സ എനിക്ക് കച്ചവടമല്ല മിസ്റ്റർ രവി. എങ്കിൽ എനിക്കിനി മറ്റൊന്നും ആലോചിക്കാനില്ല. ഡിസ്ചാർജ് എഴുതിയേക്ക്. എഴുതാം, വിരോധമൊന്നുമില്ല. പക്ഷെ ആവശ്യപ്പെടേണ്ടത് അവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത മനസ്സിജന. അവൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രൂപക്കൂട്ടിലിരിക്കുന്ന പുണ്യാളനൊന്നും അല്ല. ചതിയനവൻ എന്റെ കുട്ടിമണിയുടെ ജീവിതം തകർത്തവനാ. ആയിരിക്കാം, അല്ലായിരിക്കാം, അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ ഈ സ്ഥാപനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നേ ഉള്ളൂ. നിങ്ങളും നിങ്ങളുടെ സ്ഥാപനത്തിനും അപ്പുറം ഒരു ലോകമുണ്ട്. അവിടെയുണ്ട് ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ. ആ റൂൾസ് വെച്ച് എന്റെ അനിയത്തി ഇവിടുന്ന് കൊണ്ടുപോകാൻ എനിക്കറിയാം. നമുക്ക് കാണാം. കുഞ്ഞേട്ടന്റെ മനസ്സ് തീരെ ശരിയല്ല മോളെ. പോയിട്ട് പിന്നെ വരാം. വരണം കേട്ടോ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ശരി. എനിക്കിവിടെ വീണ്ടും വരാലോ അല്ലേ? വിലക്കൊന്നുമില്ലല്ലോ. എന്റെ പേഷ്യന്റിനോട് മാന്യമായി പെരുമാറുന്ന ആരെയും ഞാൻ വിലക്കാറില്ല. നീതുവിനെ വിലക്കിയത് ആവശ്യമില്ലാത്ത വിഷം കുട്ടിമണിയിൽ കുത്തിവെക്കാൻ ശ്രമിച്ചപ്പോഴാ. ആവശ്യമില്ലാത്തതാരാ ആവശ്യമുള്ളതാരാന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ അധികാരം തെളിയിച്ചിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം. എന്നാ അങ്ങനെ ആവട്ടെ. എന്തായി സർ? ഒരു രക്ഷയില്ല നീതു. മഹാപിടിവാച്ചിക്കാരി ആ ഡോക്ടർ. ഒരു ഹോസ്പിറ്റലാവുമ്പോ ക്യാഷ് കിട്ടേണ്ടതല്ലേ സർ? ബില്ലടയ്ക്കാൻ ആ മനസ്സിനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്കും അറിയാം. ബ്ലാങ്ക് ചെക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവര് കേൾക്കുന്നില്ല. എങ്കിൽ പിന്നെ പോലീസിനെ വിളിക്കണം സർ. നിയമപരമായി സാറിനുള്ള അവകാശം നിഷേധിക്കാൻ ഡോക്ടർക്ക് കഴിയില്ല. പക്ഷേ കല്യാണം കഴിപ്പിച്ചയച്ച സഹോദരിയിൽ സഹോദരനേക്കാൾ അവകാശം ഭർത്താവിനല്ലേ? അതിന് കുട്ടിമണി ഭർത്താവിനെ തിരിച്ചറിയുന്നില്ലല്ലോ സർ. അവിടെയുണ്ട് ചെറിയൊരു പ്രശ്നം. കുട്ടിമണിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. സിജനോട് ഇത്തിരി സഹതാപവും. അതെനിക്ക് ഇന്നലെ മുതലേ തോന്നി തുടങ്ങിയിരുന്നു സർ. ഇടയ്ക്കിടയ്ക്ക് അവൾ ചോദിക്കുന്നുണ്ട് അയാൾ ആരാണെന്നും എന്തിനാ കരയുന്നേന്നും ഒക്കെ. കള്ളത്തരാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ ഇറങ്ങിയതോടെ ആ ഡോക്ടർക്ക് ഉപദേശിക്കാൻ കുറെ സമയം കിട്ടിയല്ലോ. ഡോക്ടറെ തൽക്കാലം പേടിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റായി സിജൻ ഭർത്താവാണെന്ന് പറയില്ലെന്ന് അവരെന്നോട് പറഞ്ഞു. പക്ഷേ അവരുടെ ട്രീറ്റ്മെന്റ് തുടർന്നില്ലെങ്കിൽ ചിലപ്പോ അവശേഷിക്കുന്ന ഓർമ്മകളും വീണ്ടെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുതന്നെയാ നീതു എന്നെ അലട്ടുന്ന പ്രശ്നം. ഇപ്പോഴും അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വിശ്വാസത്തിലാ അവള്. ആ കാലമൊക്കെ കടന്നുവെന്ന് അവൾ അറിയണം. എന്നാ സിജനെ അറിയാനും പാടില്ല. മനസ്സിനെ അവൾ ഓർമ്മിച്ചാലും വെറുക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയ പോരെ സർ. അതെങ്ങനെ? അത് സിമ്പിളാ. പഴയ കുറെ ഫോട്ടോസ് എന്റെ ലാപ്ടോപ്പിലും ഇപ്പൊ സാറിന്റെ കയ്യിലും ഉണ്ടല്ലോ. ഓർമ്മ തിരിച്ചു കിട്ടും മുമ്പ് തന്നെ അതൊക്കെ അവളെ കാണിച്ചു വെക്കണം. ഓർമ്മ തിരിച്ചു കിട്ടിയ ശേഷം പഴയ കഥയെടുത്ത് അവളുടെ മുന്നിൽ അവതരിപ്പിക്കണം. സ്വന്തം ഭർത്താവിന് താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന കുഞ്ഞേട്ടന്റെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്നറിഞ്ഞ ഏത് പെണ്ണിനാ താങ്ങാൻ കഴിയുക? പക്ഷേ കുട്ടിമണി അങ്ങനെ ചിന്തിക്കൂ. പൂർണ്ണമായും പ്രായപൂർത്തി എത്തിയിട്ടില്ല അവളുടെ മനസ്സിൽ. മാനസിക വളർച്ച ഏത് സ്റ്റേജിലാണെങ്കിലും അവളൊരമ്മയായതാ, അത് മറക്കണ്ട. താൻ പറഞ്ഞത് ശരിയാ. ഒരു കുഞ്ഞേട്ടൻ ചിന്തിക്കുന്ന ലിമിറ്റിലേ ഞാൻ ആലോചിച്ചുള്ളൂ. എങ്ങനെയും കുട്ടിമണിയെ ലൈലയുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച ബാക്കി സാർ എനിക്ക് വിട്ടേക്കും. മനസ്സിനെ വെറുക്കുന്ന ഒരു കുട്ടിമണിയെ ഞാൻ സൃഷ്ടിച്ച് സാറിന്റെ മുന്നിൽ നിർത്താം. നമുക്ക് ആലോചിക്കാം. താൻ വാ. പ്ലാനിംഗ് ഒക്കെ കൊള്ളാം. പക്ഷേ കുട്ടിമണിയുടെ കഥ ഇനി എന്താകണമെന്ന് മതി തീരുമാനിക്കും. എന്നെ കാണാൻ വലിയേട്ടനും അമ്മയൊക്കെ എന്താ വരാത്തെ?
കുഞ്ഞെന്നെ കണ്ടപ്പോ ചോദിക്കാനും മറന്നുപോയി. ഇനിയും വരുമല്ലോ, അപ്പ ചോദിക്കാം മോളെ. എന്റെ അവസ്ഥയൊന്നും നിനക്ക് വരില്ലെന്ന് ഉറപ്പായി. നിന്റെ കുഞ്ഞേട്ടനെ നിന്നെ വലിയ ഇഷ്ടാ. നിന്റെ അസുഖം മാറിയാ പൊന്നുപോലെ നോക്കിക്കോളൂ. വല്യേട്ടനെ കണ്ടില്ലല്ലോ. ഇതിനേക്കാളും സ്നേഹം എന്നോട് വല്യേട്ടന്. അമ്മയ്ക്കും അപ്പച്ചമ്മയ്ക്കും കാവതി അച്ഛനും ഒക്കെ ഇഷ്ടം തന്നെ. എല്ലാരും ഞാൻ ദേവിക ചേച്ചിക്ക് പരിചയപ്പെടുത്തി തരാവേ. സ്നേഹമുള്ളവരെ കാണുന്നത് തന്നെ സന്തോഷാ മോളെ. എനിക്കൊന്നും ആ ഭാഗ്യം ദൈവം തന്നിട്ടില്ല. മോളുടെ അസുഖം പോലെയൊന്നുമല്ല, ഭ്രാന്ത് വല്ലാത്തൊരവസ്ഥയാ. മാറിക്കഴിയുമ്പോ തോന്നും മാറണ്ടായിരുന്നുന്ന്. എന്റെ ബന്ധുക്കൾ എന്നെ തിരിഞ്ഞു നോക്കാതായപ്പോ കുറെ കാലം ഞാൻ ഭ്രാന്ത് അഭിനയിച്ചു. എന്തിനാ അഭിനയിച്ചേ? എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാതിരിക്കാൻ. ഭ്രാന്ത് മാറിയെന്നറിഞ്ഞാ പിന്നെ എന്നെ ഇവിടെ നിർത്തില്ലെന്നായിരുന്നു എന്റെ വിചാരം. പക്ഷേ ലൈല ഡോക്ടർ ആരാ ആള്? എന്റെ കള്ളത്തരം കണ്ടുപിടിച്ചു കളഞ്ഞു. പിന്നെ അവിടെ നിന്നോളാൻ സമ്മതിച്ചത്. ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ കൂട്ടിരിക്കാൻ പറയേ ഉള്ളൂ. കട്ടിയുള്ള ജോലി ഒന്നും ചെയ്യിപ്പിക്കില്ല. ഇവിടെ തന്നെ നിന്നാ ഈ അസുഖം പിന്നെ വരത്തില്ലേ? ഇല്ല മോളെ, ഭ്രാന്ത് പകർച്ചവ്യാധിയൊന്നുമല്ലല്ലോ. പിന്നെ ചിലപ്പോ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നും. അത് കടമ നിർവഹിക്കാനായി എന്റെ ബന്ധുക്കൾ വരുമ്പോഴാ. സഹി കെടുമ്പോ ഞാൻ വട്ടഭിനയിച്ച് അവരെ ഓടിക്കും. അപ്പോ ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് അഭിനയിക്കുന്നവരും ഈ ലോകത്തുണ്ടല്ലേ? പിന്നെ ഇഷ്ടം പോലെ. സ്കൂളിൽ പോകാൻ മടി പിടിച്ചേ കുഞ്ഞുങ്ങൾ വയറ്റിൽ വേദന, തലവേദന എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രോഗം അഭിനയിക്കാത്തവര് കുറവാ. ഓർമ്മ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ കൊറേ നാള് ഓർമ്മ കിട്ടിയില്ലാന്ന് അഭിനയിക്കായിരുന്നു. അയ്യോ, അതെന്തിനാ മോളെ അഭിനയിക്കുന്നത്? വെറുതെ എല്ലാരും പറ്റിക്കാലോ. നിന്റെ കാര്യത്തിൽ അത് നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നത്. ആന്നാ? കുറച്ചു നാള് ആരെയും തിരിച്ചറിയാത്ത പോലെ അഭിനയിച്ചാല് നിനക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആരാ നല്ലവര് ആരാ കെട്ടവരെന്ന്. കുട്ടിമണി, ഇന്ന് സന്ധ്യയ്ക്ക് ഹാളിൽ വെച്ച് ഒരു ചെറിയ ആത്മീയ പ്രഭാഷണവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. നീയും വരണം കേട്ടോ. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞാനിനി എന്നും കുട്ടിമണിയാൻ കൊണ്ടുവന്നോളാം ഡോക്ടറെ. കുറച്ച് നല്ല ശീലങ്ങളും പഠിക്കണ്ടേ? പ്രാർത്ഥന ആരും അതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആരാ? മനസ്സിലൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ ഡോക്ടർ? അയാള് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇനി വേണോ വേണ്ടയോന്ന് തീരുമാനിക്കുന്നത് നീയല്ലേ? ഒരുപാട് സങ്കടപ്പെട്ട എന്നോട് പറഞ്ഞേ. അപ്പൊ പിന്നെ അങ്ങ് പ്രാർത്ഥിച്ചേക്കല്ലേ. പാവാന്ന് തോന്നുന്നു. ശരി, നിന്റെ ഇഷ്ടം. ഇവിടെ വെച്ചല്ല, ഹാളിലാ പ്രാർത്ഥന. തടയേണ്ട ചേച്ചി, ഇപ്പൊ പ്രാർത്ഥിച്ചോട്ടെ. നിഷ്കളങ്കമായ ഈ മനസ്സിലെ പ്രാർത്ഥന മനസ്സിന് തുണയാവട്ടെ. കുട്ടിമണി പ്രാർത്ഥിച്ചു. എന്താ കാറൊക്കെ പിടിച്ചു വന്നിരിക്കുന്നത്? വിശേഷം വല്ലതും ഉണ്ടോ? വിശേഷൊക്കെ ഇവിടെയല്ല അപ്പച്ചമ്മ. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാറിൽ പോയി വേണം കുട്ടാപ്പൂനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. പിച്ചള മാമന്റെ അവകാശം അത്. ഒടുവിൽ യുദ്ധം ബാലേട്ടൻ ജയിച്ചുവല്ലേ. വയലോരം വീട്ടിന്റെ രാജകുമാരൻ ഇനി ബാലേട്ടന് സ്വന്തം. ജയിച്ചത് ഞാൻ മാത്രമല്ല സിജ, നീയും കൂടെയാ. അധികം വൈകാതെ സീതയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിന്റെ കുഞ്ഞുമണിയെ ഞാൻ നിന്റെ കയ്യിൽ വെച്ച് തരും. ഒക്കെ നടക്കും ബാലേട്ട. കുട്ടാപ്പൂ വന്ന് അധികം വൈകാതെ തന്നെ എൻ്റെ കുട്ടുവിൻ്റെ അസുഖം മാറും. നമ്മളെല്ലാം സന്തോഷമായിട്ട് കഴിയും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 3 ദിവസം ഉദയാസ്തമനം ഭജനം നടത്തി കേണ് പ്രാർത്ഥിച്ചത് ദൈവങ്ങൾ കേട്ടു മനസ്സിജ. അതാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. കുഞ്ഞു മാറിയ കാര്യം സീതയെ ബോധ്യപ്പെടുത്തണം. ആ കടമ്പയെ ബാക്കിയുള്ളൂ. ആ കടമ്പ ഇന്ന് കടക്കും നമ്മൾ. ഇന്ന് രാത്രി ഈ വയലോരം വീട്ടിൽ ചിലതൊക്കെ നടക്കും. നമ്മുടെ കുടുംബത്തെ അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടവർ ഇന്നിവിടെ എത്തും. എന്നിട്ട് ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറയും. അക്കൂട്ടത്തിൽ കുഞ്ഞിനെ മാറ്റിയതും
DNA ടെസ്റ്റിൽ കള്ളത്തരം കാട്ടിയതൊക്കെ മതികല വിളിച്ചു പറയും. അതോടെ സീതയെടുത്തേക്ക് എല്ലാം ബോധ്യമാവും. അതിന് മതികല ഇവിടെ വരുമോ? വരില്ല, പക്ഷേ ഞാൻ വരുത്തും. എന്താ പരിപാടി എന്നോട് പറ. മതികലയ്ക്കും അവളുടെ കിങ്കരൻ ശിവയ്ക്കും നമ്മളൊരു സദ്യ കൊടുക്കുന്നു. പിന്നെ അവർക്ക് വെച്ച് വിളമ്പാൻ എന്റെ പട്ടി വരും. ഈ സദ്യ വയ്ക്കുന്നതും വിളമ്പുന്നതും ഞാനാ അപ്പച്ചമ്മേ. സദ്യവട്ടങ്ങളുമായാ ഞങ്ങൾ വന്നേക്കുന്നേ. ഒക്കെ കാറിലിരിപ്പുണ്ട്. സമയമാവുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ പുറത്തെടുക്കും. ദേ ഇങ്ങനെ മനസ്സിൽ വല്ലതും വച്ചിട്ട് പറയണ പരിപാടി അങ്ങ് നിർത്തിക്കേ. എന്നിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറ. അതെ, എന്തിനാ സിജ ഇനി ഒളിച്ചുകളി? വരട്ടമ്പാ, എനിക്ക് സീതയെടുത്തി ഒന്ന് കാണണം. പിച്ചളെ, സദ്യവട്ടങ്ങളൊക്കെ ഇറക്കിക്കോ. ഓ പോവാ. എന്തിനാ സിജൻ വന്നത്? എന്റെ മോളെ കൊണ്ടുപോകാനാണോ? അല്ല സീതയെടുത്തി, ഞാൻ വന്നത് വഴക്കിനും വക്കാണത്തിനും ഒന്നല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാ. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സിജൻ ഇങ്ങോട്ട് വരരുത്. മോളെ, സിജിനോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞതല്ലേ സീതേ? സീതയെടുത്തി പറഞ്ഞോട്ടെ ബാലേട്ടാ. എന്റെ ഉദ്ദേശം നല്ലതായിരുന്നെന്ന് നേരെ ഇരുട്ടുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും. സീതയെടുത്തിടെ മോളെ ഞാനൊന്ന് എടുത്തോട്ടെ. കൊടുക്ക് മോളെ. മോളെ, മോളെ, കുഞ്ഞുമണി. മതി, മോളെ ഇങ്ങ് തരൂ. സിജന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ? മതികലയുടെ മൊബൈൽ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സീതയെടുത്തി എന്നെ വിളിച്ചായിരുന്നില്ലേ? ഉവ്വ്. മൊബൈൽ മാത്രം കൊടുത്തിട്ട് സിം കാർഡും മെമ്മറി കാർഡും വെച്ച് സിജൻ എന്നെ അവളെ പറ്റിക്കുകയും ചെയ്തു. ആ തെറ്റ് തിരുത്താനാ ഞാനിപ്പോൾ വന്നത്. ഇതാ അവളുടെ സിം കാർഡും മെമ്മറി കാർഡും. എന്തിന്? ഇത് അവൾക്ക് കൊടുക്കാൻ എന്റെ മധ്യസ്ഥത എന്തിനാ? കൊടുക്കൽ വാങ്ങലുകളൊക്കെ നിങ്ങൾ തമ്മിൽ നേരിട്ട് മതി. സീതയെടുത്തി അങ്ങനെ പറയരുത്. സീതയെടുത്തി വിളിച്ചാലേ അവൾ വരൂ. ആര് വിളിച്ചാലും അവൾ വരില്ല. ഈ വീട്ടിൽ കയറില്ലെന്ന് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിയതല്ലേ? അതൊന്നും കുഴപ്പമില്ല. നിയമം ലംഘിക്കാനുള്ളതാണെന്നാ അവളുടെ വിചാരം. അതുകൊണ്ട് അവൾ തീർച്ചയായിട്ടും വരും. പക്ഷെ എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ ഞാൻ അവളെ ഇവിടെ വിളിച്ചു വരുത്തേണ്ടത്? ഒരു വലിയ നന്മയ്ക്ക് വേണ്ടി. എന്നും വയലോരം വീടിന്റെ നന്മയെ കരുതിയ സീതയെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതിന്റെ ഒരു തുടർച്ചയായത്. സീതയെടുത്തിക്കും രവിയേട്ടനും എന്നെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ മാറാൻ മതികല എവിടെ എത്തണം. തെറ്റിദ്ധാരണകളൊന്നുമല്ല, ശരിയായ ധാരണകൾ തന്നെയാണ് സിജ. അങ്ങനെ വിശ്വസിച്ചോളൂ. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് അനുസരിച്ചാൽ ഇന്ന് രാത്രി ഞാൻ ആ ധാരണകൾ തിരുത്താം. എന്റെ ധാരണകളൊന്നും തിരുത്താൻ സിജനെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനുവേണ്ടി ശ്രമിക്കുകയും വേണ്ട. ഇന്ന് രാത്രി സീതയെടുത്തിയുടെ ധാരണകൾ തിരുത്താൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ വയലോരം വീട്ടിലോ നിങ്ങളുടെ മുമ്പിലോ വരില്ല. സത്യം. Yeah.